വന്നിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. ഇപ്പോൾ നിരവധി നമുക്ക് ഫയർ കോളുകളായാലും മറ്റ് കോളുകളായാലും നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. മെന്നിൻ്റെ കൂടെ, അതായത് ഫയർമെന്നിൻ്റെ കൂടെ നിന്നിട്ട് തന്നെയാണ് നമ്മൾ ഈ ദൗത്യങ്ങളൊക്കെ നിർവഹിക്കുന്നത്. അവരുടെ പോലെ തന്നെ, അതായത് വേറൊരു വേർതിരിവില്ലാണ്ട് ഒരേ രീതിയിൽ തന്നെയാണ് മെന്നും അതുപോലെ തന്നെ വുമൻസും ഡ്യൂട്ടി ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ വന്നിട്ട്. എക്സ്പീരിയൻസ് നല്ലതൊന്നുമല്ല, ഒരു ദുരന്തമുഖത്തേക്ക് നമ്മൾ പോകുമ്പോഴുള്ള ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാകും. എന്നാലും അതിനൊക്കെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഇന്ന് വനിതാ ദിനം കൂടിയായിരുന്നു. ഇപ്പോൾ രാവിലെ തന്നെ ഇങ്ങനെ ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ട് വരുന്നു. അപ്പോൾ അഭിമാനകരമായിട്ട് ഞങ്ങളിപ്പോൾ വനിതാ ദിനത്തിനോടനുബന്ധിച്ച് മാത്രമല്ല, കോളുകൾ നിരവധിയായി അറ്റൻഡ് ചെയ്യുന്നു. ഓരോ കോളും നമുക്ക് ഓരോ എക്സ്പീരിയൻസാണ് നൽകാറുള്ളത്. അപ്പോൾ ഓരോന്നിനെയും നമ്മൾ ഓവർകം ചെയ്യാനായിട്ടാണ് ഇപ്പോൾ സിറ്റുവേഷൻസിനെ ഓവർകം ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ പഠിച്ചു വരുന്നത്. നമുക്കും ഇതുപോലെ തന്നെ ട്രെയിനിങ് ഒക്കെ കിട്ടുന്നതാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ ആദ്യമൊക്കെ ഒരു പേടി, നമ്മൾ ഈ ഓരോ ദുരന്തം മുന്നിൽ ചെല്ലുമ്പോൾ അത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്കതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടായില്ല. പക്ഷേ ഈ സിവിൽ ഡിഫൻസിലേക്ക് വന്നപ്പോൾ നമുക്ക് കൂടുതൽ അവരെ പോലെ തന്നെ ട്രെയിനിങ് കിട്ടി. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലുള്ള ദുരന്തങ്ങൾ എങ്ങനെ അഭിമുഖീകരിക്കുക എന്നുള്ളൊരു പ്രാക്ടീസ് നമുക്കായി. വനിതാദിന സന്ദേശം കൂടി അനുഭവിക്കാം. ഓരോ വനിതകളും ഇതിലേക്ക് കടന്നു വരണം എന്നാണ് ഞാൻ പറയുന്നത്. അതായത് 18 വയസ്സ് പൂർത്തിയായ ഏതൊരു വനിതയ്ക്ക് ഈ സിവിൽ ഡിഫൻസ് വോളണ്ടിയറിലേക്ക് നമുക്ക് കടന്നു വരാൻ പറ്റും. എല്ലാവരും ഇതുപോലെ തന്നെ ഓരോ നാടുകളിൽ ഇതുപോലെ ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്ത് സിവിൽ ഡിഫൻസ് വോളണ്ടിയർ ആവുകയാണെങ്കിൽ നമുക്ക് ആ നാട്ടിലെന്തെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത് എന്തെങ്കിലും ഇതുപോലുള്ള അപകടങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്ക് തന്നെ അത് ഡീൽ ചെയ്യാനുള്ള ഒരു ധൈര്യം കിട്ടും. നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മുടെ നാട്ടിലാണെങ്കിലും ഉള്ള ഒരു ധൈര്യം നമുക്കത് ഇതുപോലെയുള്ള തീപിടുത്തം അല്ലെങ്കിൽ ഒരാൾ വെള്ളത്തിൽ ചാടി അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ്, അതൊക്കെ നമുക്ക് ധൈര്യപൂർവ്വം തന്നെ നമുക്കത് അഭിമുഖീകരിക്കാൻ പറ്റും. സർക്കാർ ഇപ്പോൾ ഈ ഒരു വിജ്ഞാപനം വന്നതിന് ശേഷം ആദ്യമായിട്ട് ജോലിക്ക് കയറിയ ഫസ്റ്റ് ബാച്ചായിരുന്നു. അതിൽ ഫസ്റ്റ് തന്നെ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു, വനിതകളെ കൊണ്ട് ഇത് ഇപ്പോൾ ഇത്രയും കാലം എന്നെ ചെയ്തിരുന്നൊരു ജോലിയാണ്, നമുക്ക് പെട്ടെന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇവരെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയുമോ എന്നൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഞങ്ങളുടെ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് ഒരു 6 മാസം നമുക്ക് അക്കാദമിയിലെ ട്രെയിനിങ് ഉണ്ട്, തൃശ്ശൂർ വിയൂർ അക്കാദമിയിലെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. ആ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് എല്ലാത്തരം ട്രെയിനിങ്ങുകളും മൗണ്ടനിയറിംഗിലാണെങ്കിലും ഇപ്പോൾ സ്ക്യൂബ കഴിഞ്ഞിട്ടുണ്ട്, പുതിയ സ്ക്യൂബ ടീമിനെ കഴിഞ്ഞു, ഗാനറ്റ്സ് എന്ന പേരിൽ സ്ക്യൂബ ടീം ഇറക്കിയിട്ടുണ്ട്. നമ്മൾ 17 പേരടങ്ങുന്ന ഒരു ഫയറിൻ്റെ തന്നെ ഒരു ടീമാണത്. അത് കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി അത് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തത്, ഗാനറ്റ്സ് എന്ന പേരിൽ. അപ്പം എല്ലാത്തരം രീതികളും, അതായത് 30 അടി ആഴത്തിലാണ് ഞങ്ങൾക്ക് അതിനകത്ത് സ്വിം ചെയ്യാനായിട്ട് 30 മീറ്ററിൽ അത്രയും പോകാനായിട്ട് സാധിച്ചു. അതെല്ലാം നമുക്ക് ഈ ട്രെയിനിങ്ങിൻ്റെയും കൂടി ഭാഗമായിട്ടാണ്. അതായത് ഈ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷമാണ്, അതായത് ഓടിച്ചായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയില്ല ഏതൊരു ഇതിനകത്തും. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രമാണ് ഇതിനകത്ത് ഇറങ്ങി പുറപ്പെടാൻ പറ്റുള്ളൂ. അത് നല്ല രീതിയിൽ പഠിച്ച് അത് നമ്മുടെ ഉദ്യോഗസ്ഥരായാലും നമുക്കതിന് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിൽ, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ഇറങ്ങി വന്നത്. അതുകൊണ്ട് ആ ഒരു വനിതാദിനത്തെ കുറിച്ച് മാറി നിൽക്കേണ്ട കാര്യമില്ല. എന്തിനകത്തായാലും പേടിയോട് കൂടിയിട്ട് മെന്ന് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഇതല്ല, എന്നാൽ ചെയ്യാൻ പറ്റും ഉറപ്പോട് കൂടിയിട്ട് നമ്മളെല്ലാത്തിലും ഇറങ്ങാം. നമുക്ക് പറ്റുന്ന കാര്യത്തിൽ പഠിച്ചിറങ്ങുക. അതാണ് വനിതാദിനത്തിൽ പറയുന്നത്.